ഹായ് എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിലെ അടുത്ത ഒരു ഏരിയ നോക്കുകയാണ്. നമ്മൾ ഇതുവരെ 15-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ കണ്ടു. ഇന്ന് നവംബർ 16 മുതൽ 18 വരെയുള്ള 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ടൊരു കാര്യം, കറണ്ട് അഫയേഴ്സ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, എഴുതി തന്നെ പഠിക്കുക. ഒരു പഴയ ഡയറിയോ ബുക്കോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഓർഡറായിട്ട് തന്നെ കുറിച്ചെടുക്കുക. നമ്മൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2025 വരുന്ന പ്രധാന പരീക്ഷ, സെക്രട്ടറി ടെസ്റ്റിന് മാത്രമല്ല 10ാം ക്ലാസ് ലെവൽ പരീക്ഷകളും യൂണിഫോം പോസ്റ്റിലെ ടെസ്റ്റുകളൊക്കെ 25-26 കാലഘട്ടങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നവംബർ 1-ാം തീയതി മുതലുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളുടെ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നവംബർ 1-ാം തീയതി മുതൽ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡയറിയിലേക്ക് എഴുതി വെക്കുക. ഓക്കെ, എഴുതി വെച്ച് അപ്പോൾ തന്നെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളൊരു പത്രം വായിക്കുന്ന ഫീലിങ്ങോടുകൂടി ഡെയിലി സംഭവവികാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദിവസേന ഇടണമെന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങൾ മൂലം ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 2-3 ദിവസത്തെ ഒന്നിച്ചിടുന്നത്. ഒന്നുമില്ല, ഒരു 4-5 പോയിൻറ്റ്സൊക്കെ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്ന് ആദ്യം നോക്കുന്നത് നവംബർ 16 ദേശീയ പത്രദിനം. ദേശീയ പത്രദിനം എന്ന് പറയുന്നത് എന്നാണ്? നവംബർ 16 നവംബർ 16 ദേശീയ പത്രദിനം. അതായത് ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് പത്രമാധ്യമ സ്വഭാവത്തിലെ മാറ്റം. പത്രമാധ്യമ സ്വഭാവത്തിലെ മാറ്റം എന്നതാണ് ഈ വർഷത്തെ ദേശീയ പത്രദിനത്തിൻ്റെ പ്രമേയം. അപ്പോൾ നവംബർ 16 പ്രത്യേകത എന്താണ്? നവംബർ 16 ദേശീയ പത്രദിനം. ഓക്കെ, ഇനി ഈ ദിവസത്തെ മറ്റൊരു പ്രത്യേകത നോക്കാം. നവംബർ 16 ദേശീയ പത്രദിനം മാത്രമല്ല, ഓഡിറ്റ് ദിവസ്. നമ്മൾ ഇന്ത്യയിൽ ഓഡിറ്റ് ദിവസ് ആയിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ്? നവംബർ 16. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് C&AG അല്ലേ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. C&AG ആരംഭിച്ചതിൻ്റെയും ഇന്ത്യയുടെ സദ്ഭരണത്തിൽ C&AG വഹിക്കുന്ന പങ്കിൻ്റെയും ഓർമ്മപ്പെടുത്തലായിട്ടാണ് എല്ലാ വർഷവും നവംബർ 16 ഓഡിറ്റ് ദിവസ് ആയിട്ട് ആചരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ടുണ്ട്, 4ാമത്തെ ആഘോഷമാണ് ഈ വർഷം നടക്കുന്നത്. അപ്പോൾ നവംബർ 16 എന്താണ്? ഓഡിറ്റ് ദിവസ്. അതായത് C&AG ആരംഭിച്ചതിൻ്റെയും പിന്നെ C&AG നൽകിയ ആ ഒരു പങ്കിൻ്റെയും ഓർമ്മപ്പെടുത്തലായിട്ടാണ് എന്ത് നടത്തുന്നത്? നവംബർ 16 ഓഡിറ്റ് ദിവസ് ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ നവംബർ 16 2 പ്രത്യേകതകൾ പറഞ്ഞു, ദേശീയ പത്രദിനവും പിന്നെ ഓഡിറ്റ് ദിവസും. ഓക്കെ, ഇനി നമുക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടാം. നമ്മൾ കേന്ദ്രമന്ത്രിമാരെയൊക്കെ പരിചയപ്പെട്ട പോലെ ഇന്ന് പരിചയപ്പെടുന്നത് ലോക്സഭാ സ്പീക്കർ. നമ്മുടെ നിലവിലത്തെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. ആരാണ്? ഓം ബിർളയാണ് നമ്മുടെ നിലവിലെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി അടുത്ത മാസം നടക്കുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയ്ക്ക് എഴുതുന്നവരുണ്ടെങ്കിൽ, LGSൻ്റെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ് എന്ന രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. ഓക്കെ, ഇനി നമുക്കൊരു പദ്ധതി നോക്കാം, വിഷൻ നെക്സ്റ്റ് പദ്ധതി. അതായത് വസ്ത്രനിർമ്മാണ വ്യവസായത്തിന് പ്രോത്സാഹനം നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് വിഷൻ നെക്സ്റ്റ് പദ്ധതി. വസ്ത്രനിർമ്മാണ വ്യവസായത്തിന് പ്രോത്സാഹനം നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ഏത്? വിഷൻ നെക്സ്റ്റ് പദ്ധതി. ഓക്കെ, അപ്പോൾ വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ് ഏത്? വിഷൻ നെക്സ്റ്റ് പദ്ധതി. ഓക്കെ, അപ്പോൾ നമ്മൾ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയും കൂടെ ഒന്ന് പരിചയപ്പെടാം. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് ഗിരിരാജ് സിംഗ്. ആരാണ്? ഗിരിരാജ് സിംഗ്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് പോകാം. 19ാമത് G20 ഉച്ചകോടി. 19ാമത് G20 ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. ഏതാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 19ാമത് G20 ഉച്ചകോടി നടക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യണം, G20 ഒക്കെ നമ്മുടെ പരീക്ഷകളിൽ കടന്നു വരാറുള്ള സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ G20 ഉച്ചകോടിയുടെ വേദി ഏതാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഓക്കെ, അപ്പോൾ ഇനി ഒരു പോയിന്റ് അടുത്ത് നോക്കാം. നൈജീരിയൻ പ്രസിഡന്റിൻ്റെ പേരാണ് ബോല അഹമ്മദ് തിനുബു. എന്താണ്? ബോല അഹമ്മദ് തിനുബു. പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോണം, കാരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്ത് ചെയ്തു? ഇപ്പോൾ നൈജീരിയ സന്ദർശിച്ചു. 17 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ആ ഒരു പ്രത്യേകതയും കൂടെ അതിനകത്തുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ നൈജീരിയൻ പ്രസിഡന്റിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചാൽ. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നൈജീരിയൻ പ്രസിഡന്റിൻ്റെ പേരെന്താണ്? ബോല അഹമ്മദ് തിനുബു. അതുപോലെ നമ്മുടെ ISROയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു വാർത്തയാണ്, ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 ഇത്തവണ അമേരിക്കയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. എലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9
ഓക്കെ, സ്പേസ് എക്സിൻ്റെ ഏതാണ് ഫാൽക്കൺ 9 എന്ന് പറയുന്ന ആ വിക്ഷേപണ വാഹനത്തിലൂടെയാണ് എന്ത് വിക്ഷേപിക്കുന്നത്, ജിസാറ്റ് 20 വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് 20യുടെ വിക്ഷേപണ വാഹനം ഏതാണ്, ഫാൽക്കൺ 9. അപ്പോൾ ISROയുടെ ഏതാ ജിസാറ്റ് 20, ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് 20, ISRO മുഖേന നടപ്പാക്കുന്ന ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് 20 എവിടുന്നാണ് വിക്ഷേപിക്കുന്നത്, അമേരിക്കയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. അമേരിക്കയിലെ കേപ്പ് കാനവറിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. നമ്മുടെ എലോൺ മസ്ക് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം എലോൺ മസ്ക്. അപ്പോൾ എലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ഇത് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇതാണ് ഫാൽക്കൺ 9 ഉപഗ്രഹം. ഓക്കെ, ആ ഫാൽക്കൺ 9-നകത്താണ് എന്ത് വിക്ഷേപിക്കുന്നത്, നമ്മുടെ ജിസാറ്റ് 20 വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ എന്ത് ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കുക. അതുപോലെ നമ്മുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അഡ്മിഷനൊക്കെ ഏതാണ്ട് ക്ലോസിങ് സ്റ്റേജിലാണ്. ഇപ്പോൾ രാവിലെ 6 മണിക്കത്തെ ബാച്ചിലേക്ക് കുറച്ച് സീറ്റുകൂടെ വേക്കൻ്റ് ഉണ്ട്. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, ഫുൾ കോഴ്സാണ്, 10 മുതൽ ഡിഗ്രി വരെയുള്ള ഫുൾ കോഴ്സും നമ്മുടെ ഒരൊറ്റ കോഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വരും ദിവസങ്ങളിലും കൂടുതൽ കറണ്ട് അഫയേഴ്സ് നമ്മളിനി ദിവസവും ഇങ്ങനെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇതിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ നമ്മളെല്ലാം ലൈവ് ക്ലാസ്സിലേ കൊടുക്കുകയുള്ളൂ, യൂട്യൂബ് ചാനൽ ഇടാറില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും മാത്രമായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുക. ഓക്കെ, ഇപ്പോൾ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്